സുഗമോദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാട്ടൂരാൻ വക്കീൽ വന്നതോടുകൂടി ചന്ദ്രോത്തുകാരുടെ പല രീതികൾക്കും മാറ്റങ്ങൾ വരികയാണ് കേട്ടോ. കാരണം നന്ദുവിനാണെങ്കിൽ നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ഒരു ജോലിക്കും പോകാണ്ട് നന്ദു വെറുതെ ഇങ്ങനെ നടക്കുന്നു. ദേവികയാണെങ്കിലും നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ്, എന്നിട്ടും അവളും ജോലിയൊന്നും അന്വേഷിക്കണില്ല. ഇങ്ങനെ പ്രഭാവതിയുടെ തണലിൽ ഗിരീഷിൻ്റെ വീട്ടിൽ താമസിക്കാനുള്ളൂ. അപ്പോൾ കാട്ടൂരാൻ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി എടുത്ത് ജീവിച്ചുകൂടെ? വണ്ടിയിൽ പെട്രോൾ അടിക്കാനുള്ള കാശിന് വരെ അളിയൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നതിലും നല്ലത് ഭാര്യനെ ഒരു തൊഴിലുറപ്പിനെങ്കിലും വിടാൻ പാടില്ല. ഇങ്ങനെ ജീവിക്കുന്നതിലൊന്നും ഒരർത്ഥമില്ല. ആദ്യമൊക്കെ അവർ സന്തോഷത്തോടു കൂടി ഇവിടെ താമസിച്ചോ, ഞങ്ങളെല്ലാം തരാമെന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ഇവിടെ ഇരുത്തണവർ തന്നെ ഇവരൊന്ന് ഇറങ്ങിപ്പോയി എന്ന് ചിന്തിക്കും എന്നൊക്കെ നന്ദനോട് പറയുമ്പം അത് ശരിക്കും നന്ദൻ്റെ മനസ്സിൽ കൊള്ളാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാട്ടൂരാൻ വക്കീൽ അങ്ങനെ പറയുന്നത്. അത് കേട്ടിട്ടെങ്കിലും നന്ദൻ സ്വന്തമായിട്ടൊരു ജോലി തേടി കണ്ടെത്തി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വക്കീൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വക്കീൽ അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ അത് കേട്ടിട്ട് രജനിക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും വക്കീൽ ശരിയായ രീതിയിലാണ് ചിന്തിച്ചതും പ്രവർത്തിച്ചതും. അതുകൊണ്ട് തന്നെ നന്ദനും ദേവികയും ശക്തമായ രീതിയിൽ തന്നെ ജോലി അന്വേഷിച്ചു തുടങ്ങി. എന്നിട്ട് മുരളിയെ കണ്ട് ജോലിയൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദുവും ദേവികയും. അപ്പം മുരളി പറയുന്നുണ്ട്, നവീനോട് പറഞ്ഞ് നന്ദുവിനെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ നോക്കാം, അവിടെയാണെങ്കിൽ നല്ല ജോലി കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഗൾഫിലോട്ട് പോകാനൊന്നും പറ്റില്ല. ഇവിടെ അച്ഛൻ ജയിലിൽ കിടക്കുമ്പോൾ അമ്മ ഒറ്റയ്ക്കല്ലേ പുറത്തുള്ളൂ, അമ്മയ്ക്ക് എല്ലാം കൂടി ഒന്നിച്ച് മാനേജ് ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാനിവിടെ വേണം. അപ്പോൾ ഈ നാട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലിയാണ് ഞാൻ നോക്കണേന്നൊക്കെ പറയണു. പിന്നീട് ദേവികയുടെ അനുജത്തി ഒരു പരസ്യം കണ്ടിട്ട് ദേവികയ്ക്ക് അത് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ പരസ്യത്തിൽ നല്ലൊരു ജോലി ഓഫറുണ്ട്, അപ്പം ചേച്ചി ഇതൊന്ന് അപേക്ഷിച്ച് നോക്കുന്നു പറഞ്ഞ്. എന്നിട്ട് ദേവിക അതിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ നന്ദുവും പല സ്ഥലത്തും ജോലി തേടി പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു ജോലിയും അവർക്ക് ശരിയായി കിട്ടുന്നില്ല. അപ്പം പ്രഭാവതി ഇങ്ങനെ കാട്ടൂരാനോട് പറയുന്നുണ്ട്, നിങ്ങൾ അന്ന് ജോലിയുടെ കേസ് പറഞ്ഞതിന് ശേഷം എൻ്റെ 2 മക്കളും ജോലി അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം കാട്ടൂരാൻ പറയുന്നുണ്ട്, അത് നല്ല കാര്യമല്ലേ മേഡം, ഇപ്പോഴെങ്കിലും അവരുടെ സ്വന്തം കാലിൽ നിൽക്കട്ടെ. എന്നും നിങ്ങളുടെ മരുമകനെ ആശ്രയിച്ച് അവർ ജീവിച്ചാൽ അവർക്കൊരു വിലയില്ലാണ്ടായി പോവും. എന്തായാലും സിദ്ധാർത്ഥൻ സാറ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായിട്ടുണ്ടാവും എന്നൊക്കെ വക്കീൽ പറയുന്നുണ്ട്. അത് കേട്ട് പ്രഭാവതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ത്യാഗരാജനെയും തനുജേനെയാണ് കാണിക്കുന്നത്. ത്യാഗരാജന് സത്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. മേരി തോമസിൻ്റെയും ബലരാമൻ്റെയും മകളാണ് തനുജ എന്നുള്ള സത്യം ത്യാഗരാജന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് ത്യാഗരാജൻ തനുജയോട് പറയണമൊന്നുമില്ല. ശരിക്കും ത്യാഗരാജൻ മറ്റൊരാളുടെ കയ്യിലെ കളിപ്പാവയായിട്ടാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ത്യാഗരാജൻ ഓരോന്നും ചെയ്യുന്നത്. പക്ഷെ അത് ചന്ദ്രമതിക്കോ തനുജയ്ക്കോ ഒന്നും അറിയില്ല. ത്യാഗരാജൻ സ്വന്തം ഇഷ്ടത്തിനാണ് ചന്ദ്രോത്തുകാരോട് പടവെട്ടുന്നതെന്നാണ് ചന്ദ്രമതിയുടെയും തനുജയുടെയും വിചാരം. ശരിക്കും ത്യാഗരാജൻ്റെ പിന്നിൽ പ്രബലയായ ഒരു വ്യക്തി ഉണ്ടെന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല കേട്ടോ. ഇപ്പം എന്തായാലും സിദ്ധാർത്ഥൻ തനുജയുടെ അച്ഛനല്ല എന്നറിഞ്ഞപ്പോൾ തന്നെ ത്യാഗരാജന് ചന്ദ്രോത്തുകാരോടുള്ള ശത്രുതയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവർ പത്തി താഴ്ത്തി അവരുടെ എല്ലാം തകർന്നു, അവരുടെ വീടും ബിസിനസ്സും എല്ലാം നഷ്ടപ്പെട്ടു മേഡം, അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അവരോട് യുദ്ധത്തിന് നിൽക്കണോ, നമുക്കിതെല്ലാം നിർത്തിയാലോ എന്ന് ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, അവർ പൂർണ്ണമായും തകർന്ന് തരിപ്പണം ആവണവരെയും നിങ്ങൾ ഞാൻ പറയണത് പോലെ ചെയ്യണം എന്നൊക്കെ പറയണം. അപ്പോൾ ത്യാഗരാജൻ ഞാൻ നിങ്ങൾ പറയും പോലെ കേൾക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശശാങ്കം വക്കീൽ ചന്ദ്രോത്തുകാരുടെ സ്വത്തുക്കളൊക്കെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നുള്ള ആലോചനയിലാണ്. അപ്പോൾ പ്രഭാവതിയുമായിട്ട് അയാളത് ഡിസ്കസ് ചെയ്യുമ്പം പ്രഭാവതിയിൽ നിന്നും കുറേ സത്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അയാൾ എതിർ കക്ഷിക്ക് നോട്ടീസ് അയക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ആ നോട്ടീസ് കൈപ്പറ്റി കഴിയുമ്പോൾ തന്നെ അവരൊന്ന് വിറയ്ക്കും, പിന്നീട് അവർ നമുക്കെതിരെ കേസിന് വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം അതുപോലത്തെ പോയിന്റുകൾ വച്ചാണ് ഞാൻ അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അവർക്ക് ആ സ്വത്തിൽ യാതൊരു അവകാശമില്ല എന്നുള്ളത് തെളിയിക്കുന്ന എല്ലാ രേഖകളും അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയും സ്വത്തുക്കളെല്ലാം നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. അതോർത്തൊന്നും മേഡം പേടിക്കേണ്ട. സിദ്ധാർത്ഥൻ സാറ് ഇറങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ തറവാടും സ്വത്തുക്കളും എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. സിദ്ധാർത്ഥൻ സാറ് ജയിൽ മോചിതനായി സ്വന്തം വീട്ടിലേക്ക് തന്നെ വരാൻ സാധിക്കും എന്നൊക്കെ വക്കീൽ പറയുമ്പം പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എസ്തപ്പാൻ പറഞ്ഞു വിട്ട വക്കീൽ സൂപ്പറാണല്ലോ, കണ്ടതുപോലെയൊന്നുമല്ല, കാട്ടൂരൻ നല്ല ബുദ്ധിയുള്ള വക്കീലാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നന്ദുവും ദേവികയും ഒരുപാട് സ്ഥലത്ത് ജോലി അന്വേഷിച്ച് പോയെങ്കിലും അവർക്കൊന്നും ജോലി റെഡി ആയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വിഷമത്തിൽ നിൽക്കുമ്പം കാട്ടൂരാൻ തന്നെ പറയുന്നുണ്ട്,
പോയ ജോലികൾ കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കരുത്. കുറച്ചും കൂടി അന്വേഷിച്ച് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാതിരിക്കില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ ജോലി അന്വേഷിച്ച് ഇറങ്ങിയല്ലോ. ഇപ്പോൾ കറക്റ്റ് സമയത്താണ് നിങ്ങൾ ജോലി അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയും നിങ്ങളൊരു ജോലിയും ഇല്ലാതെ ജീവിക്കാൻ നിന്നിരുന്നെങ്കിൽ അത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായേനെ. ഇപ്പം നിങ്ങളുടെ തീരുമാനം ശരിയായ തീരുമാനമാണ്. കറക്റ്റ് സമയത്ത് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും ശരിയായ ഒരു തീരുമാനത്തിൽ എത്തിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടും. ഇല്ലെങ്കിൽ ഞാനും കൂടി ശ്രമിക്കാം നിങ്ങൾക്കൊരു ജോലി ശരിയാക്കി തരാൻ എന്നൊക്കെ പറയണു. അപ്പം നന്ദു പറയുന്നുണ്ട് അത് സാറും കൂടി ഒന്ന് നോക്ക് സാറേ എന്ന് പറയണു. ഞാൻ തീർച്ചയായും നിങ്ങൾക്കൊരു ജോലി അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞ് കാട്ടൂരാൻ പോകുന്നുണ്ട്. പിന്നീട് മേരി തോമസ് സിദ്ധാർത്ഥനെ ചെന്ന് കണ്ടിട്ട് പറയുന്നുണ്ട്, തനൂജ എൻ്റെ മകളാണെന്നുള്ള വിവരം ഞാൻ ചന്ദ്രമതിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് ഇപ്പോൾ സിദ്ധാർത്ഥൻ സാറിനോടും ചന്ദ്രോത്തുകാരോടുമുള്ള എല്ലാ പകയും മാറിയിട്ടുണ്ട്. പിന്നെ തനൂജ എന്നെ കാണാൻ വന്നിരുന്നു. അവൾ വീണ്ടും എന്നോട് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അത് ഞാൻ ചന്ദ്രമതിയെ വിളിച്ച് പറഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞത് എത്രയും വേഗം ഞാൻ തനൂജയുടെ അമ്മയാണെന്നുള്ള വിവരം ഞാൻ തന്നെ നേരിട്ട് തനൂജയെ അറിയിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം തനൂജയ്ക്ക് ചന്ദ്രോത്തുകാരോടും സിദ്ധാർത്ഥൻ സാറിനോടുള്ള പക മാറുമെന്നാണ് ചന്ദ്രമതി പറയുന്നതെന്നൊക്കെ സിദ്ധാർത്ഥനോട് പറയണു. ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.